കൽപ്പറ്റ നഗരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എനിക്കൊപ്പം ഉള്ളത് മാനന്തവാടിയിലെ UDF സ്ഥാനാർത്ഥി ഉഷാ വിജയനാണ്. വെൽക്കം വൺസ് അഗൈൻ. ഗുഡ് മോർണിംഗ്. വാർത്ത വായിക്കുന്ന കണ്ടില്ലേ, ഇങ്ങനെ കുറച്ച് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണോ വാർത്ത വായിക്കുന്നതെന്ന്? എപ്പോഴെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകയാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്താണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വേറെ ഏത് ഇഷ്ടമായി ജോലി ഏതായിരുന്നു? ഞാൻ പൊതുപ്രവർത്തക തന്നെയാണ്. 20 വർഷമായിട്ട് ജനപ്രതിനിധിയൊക്കെ ആയി, സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിലേക്ക് വന്നില്ലെങ്കിൽ ഏത് ജോലി തെരഞ്ഞെടുക്കുമായിരുന്നു? ഞാനൊരു സർക്കാർ ജോലി തെരഞ്ഞെടുക്കാൻ വേണ്ടിയായിരുന്നു ആഗ്രഹം. ക്ലർക്കായിട്ട് അതോ സിവിൽ സർവീസിലേക്കൊക്കെ പോവാൻ? അങ്ങനെയൊന്നുമില്ല, നമുക്ക് ജീവിക്കാനുള്ള ഒരു ജോലി അത്രേ ആഗ്രഹിച്ചുള്ളൂ. അത്രേ. നിങ്ങൾ എല്ലാവരും ബന്ധുക്കളാണല്ലേ? PK ജയലക്ഷ്മിയും ഉഷയും ബന്ധുക്കളാണോ? ഞങ്ങള് ഏറ്റവും കൂടുതൽ കുറിച്ച് സമുദായം ഉള്ളത് വയനാട് ജില്ലയിലാണല്ലോ. അപ്പൊ എങ്ങനെങ്കിലും ഒരു ബന്ധം ഞങ്ങൾ എല്ലാവരുമായിട്ടുണ്ട്. ഓർക്കേളുമായിട്ടും ഉണ്ട്, രക്തബന്ധമുണ്ട് അല്ലേ? കുറിച്ച് വിഭാഗത്തിലാണ്. ഓക്കെ, ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടോ ആദ്യം ചോദിക്കുന്നു. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 9,000, അതിന് തൊട്ട് മുമ്പ് നേരിയ ഭൂരിപക്ഷത്തിലാണ് ഓർക്കാൾ ജയിച്ചത്. അതിന് തൊട്ട് മുമ്പ് 12,000 വോട്ട് PK ജയലക്ഷ്മി വിളിച്ചിട്ടുണ്ട്. PK ജയലക്ഷ്മി വിളിച്ച് 12,000 വോട്ടിന് മോളിൽ പോവോ താഴെ പോവോ? മോളിൽ പോവും. ഉറപ്പാണോ? എന്താ ഇത്ര ആത്മവിശ്വാസം? ആത്മവിശ്വാസം ഉണ്ട്. ആണ്. അതിന് ആത്മവിശ്വാസം കാരണം വേണ്ടേ? കാരണം ഇപ്പം ആ ഒരു പഴയ ഒരു അനൈക്യമില്ല UDF. വളരെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്, അതുണ്ടാവും. അപ്പം ആ അന്ന് കിട്ടിയ 12,000 വോട്ടിന് മോളിൽ പോകും അല്ലേ? മാനന്തവാടിയിലെ വോട്ടർമാരോട് എന്താ പറയാ? ഉഷാ വിജയനെ വിജയിപ്പിച്ചാൽ മാനന്തവാടിക്ക് എന്താ ഗുണം? മാനന്തവാടിയിലെ ഒരുപാട് സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിലൊക്കെ വളരെ അനന്ത സാധ്യത മാനന്തവാടിയിലുണ്ട്. പ്രത്യേകിച്ച് തിരുനെല്ലി പഞ്ചായത്ത് പോലെ, തവിഞ്ഞാൽ പഞ്ചായത്ത് പോലുള്ള സ്ഥലങ്ങളിൽ ആദിവാസികൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ജില്ലയും കൂടിയാണല്ലോ മാനന്തവാടി. അവർക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മിനിസ്റ്റർ എന്ന നിലയിൽ ബന്ധു കൂടി ORK കുറിച്ച് എന്താ അഭിപ്രായം? വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. രാഷ്ട്രീയപരമായിട്ടാണ്. നല്ല മനുഷ്യനാ, അതെ, അക്കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയമായിട്ട് എന്താ വ്യത്യാസം? രാഷ്ട്രീയപരമായിട്ടെന്ന് പറഞ്ഞാൽ പൊതുവെ ഇപ്പോൾ ഉള്ള ഒരു എന്താ പറയുക 10 വർഷത്തെ ഭരണത്തിന്റെ ഒരു തകർച്ചയാണ്. അതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. ഈ സർക്കാർ മാറണം എന്ന് ആഗ്രഹിക്കുന്നവരുള്ളത് കൊണ്ട് ഇക്കുറി ജയിച്ചു വരിക എളുപ്പമാണ്. അപ്പൊ ORK അദ്ദേഹം പേരുദോഷമൊന്നും കേൾപ്പിച്ചിട്ടില്ല. അങ്ങനെ അഭിപ്രായം ഉണ്ടല്ലോ? അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. പക്ഷെ മാനന്തവാടിയിലെ ഇല്ല. പക്ഷെ അദ്ദേഹം ഇവിടെ ബ്രഹ്മഗിരി പ്രശ്നങ്ങളിൽ ഭയങ്കരമായിട്ടൊരു പ്രശ്നം നേടിക്കുന്നുള്ളതും അത് അദ്ദേഹത്തിനെ അല്ലാണ്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ MLA ആകുന്നതിന് മുമ്പ് തന്നെ ഡയറക്ടർ ആയിരുന്നല്ലോ. പോസ്റ്ററുകളൊക്കെ കൃത്യമായിട്ട് ഒട്ടിക്കാൻ കൊടുത്തിട്ടുണ്ടോ? യെസ്. പ്രചരണ വാഹനമൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുമല്ലോ? പ്രവർത്തിക്കും. PK ജയലക്ഷ്മി ഇന്നലെ അങ്ങനെ പറഞ്ഞത് വിഷമമായോ? ഇല്ല, അവരുടെ ഒരു അനുഭവം പറഞ്ഞതാണ്. അത് ശരിക്കും യാഥാർത്ഥ്യമാണോ ഉഷ? യാഥാർത്ഥ്യമാണെന്നുള്ളത് പരിശോധിച്ചിട്ടില്ല, അത് നേരിട്ട് എനിക്ക് അറിയൂല. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പ് വരുന്നുണ്ടോ? ഒരിക്കലുമില്ല, ഉറപ്പാണ്. PK ജയലക്ഷ്മിയുടെ വെളിപ്പെടുത്തൽ തിരിച്ചടിയാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, തിരിച്ചടി ആവില്ല. ആണോ? ഉറപ്പാണ്. അതോടുകൂടി കൂടുതൽ UDF ഒറ്റക്കെട്ടായി. അപ്പൊ PK ജയലക്ഷ്മി അങ്ങനെ പറഞ്ഞത് നന്നായി എന്നാണ് അഭിപ്രായം? നന്നായി എന്ന് പറഞ്ഞാല് അങ്ങനെ ഈ ഒരു അവസരത്തിൽ പറയരുതായിരുന്നു. പക്ഷെ അതൊരു എന്താ പറയാ, അത് ഒറ്റക്കെട്ടാകാനുള്ളൊരു എനർജി അതിനുശേഷം ഒറ്റക്കെട്ടാനുള്ള എനർജി നൽകി ഉണ്ടായി. അപ്പൊ പാലം വലിക്കത്തില്ലെന്ന് ഉറപ്പാണ്. പ്രവർത്തകർ ചലിക്കൂല. അതിങ്ങനെ PK ജയലക്ഷ്മി വളരെ ഇമോഷണൽ ആയിട്ടാണ് സംസാരിച്ചത് അല്ലേ? ഒരു വനിതയോട് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് സംസാരിച്ചു PK ജയലക്ഷ്മിയായിട്ട്? ജയലക്ഷ്മിയോട് സംസാരിച്ചു. അദ്ദേഹം എനിക്ക് പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഇനി ആവർത്തിക്കരുത്, ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഓക്കെ. മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ, രമേശ് ചെന്നിത്തല, അങ്ങനെ നിരവധി പേരുടെ പേരുകളൊക്കെ പരിഗണിക്കുന്നുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ചോദിച്ചാൽ എന്ത് പറയും? UDF തീരുമാനിക്കുന്ന കാര്യമാണത്. തീരുമാനിക്കുന്ന കാര്യമാണ്. ഓക്കെ. അപ്പൊ ഈ ചൂട് എങ്ങനെയാ കുറയ്ക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടും അന്തരീക്ഷത്തിന്റെ ചൂടും കൊണ്ട് കുറച്ച് സ്ട്രെസ് ഉണ്ടോ? അങ്ങനെയില്ല, തുടങ്ങി കുറച്ച് ദിവസമേ ഉള്ളൂ, കുഴപ്പമില്ല. അതെ. പിന്നെ നമ്മൾ വീടുകളിലൊക്കെ പോകുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് നമ്മളെ കാണുകയും നമുക്ക് എന്താ പറയാ വെള്ളവും കുടിക്കാനും ഭക്ഷണവും ഒക്കെ തരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് പതുക്കെ നടക്കാം. വിഭവങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ കഴിക്കുന്നോ രാവിലെ? കഴിക്കാം. എന്താ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം? ഇതിനൊക്കെ പേരറിയോ എന്ന് ചോദിച്ചു. ഇതിന്റെ പേര് അറിയാലോ? നെയ്യപ്പം. ഇതിന്റെ പേരെന്താ? അത് അവിടെ പത്തിരി. ഇതിന്റെ പേര്? അത് ഉണ്ണിയപ്പം. ഇത് ഉണ്ണിയപ്പാണോ? ഇതിന്റെ പേരെന്താ? അത് കണ്ണൂരപ്പം. കണ്ണൂരപ്പം. അത് മാനന്തവാടിക്കാർക്ക് അത്ര പരിചയമില്ലാത്തപ്പോ. ഇത് സമോസ, ഇതറിയാം. ഇത് വട്ടയപ്പോ. ഇത് വട്ടയപ്പം അല്ലേ? എന്താണ് വട്ടയപ്പം? ഇതിലത്തെ ഏതാ വേണ്ടത്?
വട്ടയപ്പം മതി. വെള്ള ക്ലീൻ സ്ലേറ്റ് അല്ലേ? വെള്ള വിട്ടൊരു കളിയില്ല അല്ലേ? വെള്ള വസ്ത്രം അല്ലേ? വെള്ള വട്ടയപ്പം. അപ്പോൾ 2 വട്ടയപ്പം ഉണ്ട്. 2 വട്ടയപ്പം അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വട്ടയപ്പം ഭക്ഷണമൊക്കെ കഴിക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണല്ലോ. വിവിധ ടേസ്റ്റുകളൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ഇഷ്ടപ്പെട്ട ഭക്ഷണം എനിക്ക് ചോറും ചിക്കൻ കറിയും മീൻ കറിയും ഒക്കെയാണ് ഇഷ്ടം. ഓക്കെ, ഏതാ കുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? ആസ്വദിച്ച് കുക്ക് ചെയ്യുന്നത്? ഇത് നോൺ കുക്ക് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ദാ ഒരു വട്ടയപ്പം. അപ്പോൾ നമ്മുടെ ഓക്കെ, നമുക്കിത് പങ്കിട്ടെടുത്താലോ എല്ലാവർക്കും കൂടെ. അപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് നിൽക്കുന്ന നമ്മുടെ കോൺഗ്രസ് സഹയാത്രികർക്ക് വേണ്ടി എടുത്തോ. അപ്പൊ നമ്മൾ പങ്കിട്ടെടുക്കുന്നു. ഒരപ്പം 5 അപ്പം കൊണ്ട് 5000 പേര് കൂട്ടിയ ചരിത്രം ഉണ്ടല്ലോ അല്ലേ? രാവിലെ എല്ലാവരും ദീർഘകാലം ജനപ്രതിനിധിയായിരുന്നു ജില്ലാ പഞ്ചായത്തിലും അതേപോലെ പഞ്ചായത്ത് ഇടവക പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഒരു പാരമ്പര്യം തന്നെയുണ്ട്. വോട്ട് എണ്ണി തുടങ്ങും. ആദ്യം തോക്കാൻ പോകുന്ന മിനിസ്റ്റർ ആണ് കേരള ബന്ധു കൂടിയാ. രാഷ്ട്രീയമായിട്ടാ പറയുന്നത്. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ യാത്ര തുടരുന്നു. അപ്പൊ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായിരിക്കട്ടെ. പൈസ നമ്മൾ കൊടുക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഉഷ